നമഃ ശിവായ. ഞാൻ കല്ലുവാതുക്കൽ അജയകുമാർ, നടക്കൽ വരിഞ്ഞം തിരു ഊഴായിക്കോട് ഇളയപ്പ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ചരിത്ര പ്രസിദ്ധവും പുരാതനവും ഒരു നാടിൻ്റെ ദേവൻ, ഒരു ദേശത്തിൻ്റെ നാഥനുമായ നടക്കൽ വരിഞ്ഞം തിരു ഊഴായിക്കോട് ഇളയപ്പ ക്ഷേത്രത്തിലെ തിരുനാൾ മഹോത്സവം ആരംഭിക്കുകയാണ്. മാർച്ച് 23 തുടങ്ങി ഏപ്രിൽ 1 അവസാനിക്കും. മാർച്ച് 2026 മാർച്ച് 23 തിങ്കളാഴ്ച രാവിലെ 10:30 മണി കഴിഞ്ഞ് 11:18 മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കോരക്കാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരം, ആ കൊടിമരത്തിൽ കൊടിയേറ്റ് നടക്കുന്നു. ഉത്സവം ആരംഭിക്കുന്നു. വൈകുന്നേരം ഏറ്റവും പ്രധാനമായ സാംസ്കാരിക സന്ധ്യ. ആ സാംസ്കാരിക സന്ധ്യയിൽ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ധാരാളം പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായി ചികിത്സാ ധനസഹായം നൽകും. അതുപോലെ അമ്പലവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തികൾക്ക് ആദരവ് നൽകുന്നു. ഇതെല്ലാം നൽകിയത് നമുക്കേവർക്കും പ്രിയങ്കരനായ സന്തോഷേട്ടനാണ്. അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ വകയായാണ് ചികിത്സാ സഹായം നൽകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം മാത്രമാണ്, കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിച്ചാൽ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ പേര് വരുന്ന ഒരാളാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ നോട്ടീസുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ അമ്മ സന്തോഷാണ് എന്ന കാര്യത്തിൽ സംശയം. നല്ല ഉയർന്ന കയ്യടികൾ നൽകി ശ്രീ എസ് കനകാംബരൻ നായർ, കനകശ്രീ നടക്കലിനെ നമുക്ക് പ്രിയങ്കരനായ BI ശ്രീ നാഗേഷിന്റെ സാന്നിധ്യത്തിൽ ആദരിക്കുകയാണ്. ഭഗവാന്റെ ശീവേലി വിഗ്രഹം സമർപ്പിച്ചത് ഈ ആദരിക്കപ്പെടുന്ന G പുഷ്പചന്ദ്രൻ ഉണ്ണിത്താനാണ്. നിറഞ്ഞ കയ്യടികൾ നൽകി നമുക്ക് ഇദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാം. ശ്രീ BI ശ്രീ നാഗേഷ് അദ്ദേഹത്തെ നമ്മുടെ എല്ലാം സ്നേഹത്തിന്റെ പൊന്നാട ചാർത്തി ആദരിക്കുകയാണ്. ഇന്ന് ഉയർന്നു നിൽക്കുന്ന കൊടിക്കൂറ അദ്ദേഹത്തിന്റെ സമർപ്പണമാണ്. T പുരുഷോത്തമ കുറുപ്പിനെ വളരെ സ്നേഹത്തോടുകൂടി, നമ്മുടെ ബഹുമാനനായ പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിൽ ആദരിക്കുകയാണ്. ഭഗവാന്റെ ആരാധനാലയത്തിന്റെ ഉയർച്ച നാടിന്റെ ഉയർച്ചയാണ്. ഇത്തരം സുമനസ്സുകളുടെ സ്നേഹപൂർവമായ ഈ സഹകരണം നമ്മൾ ഹൃദയപൂർവ്വം കൈയടിച്ച് സ്വീകരിക്കണം. B വിജയൻ കുറുപ്പ്, ശിവം നടക്കൽ, അദ്ദേഹത്തിന് എല്ലാവിധമായ നന്മകളും ഉണ്ടാകുവാൻ പ്രാർത്ഥന. നാഗേശിയുടെ സാന്നിധ്യത്താൽ, അദ്ദേഹത്തിന്റെ ആദരവിനാൽ നമുക്കെല്ലാം സന്തോഷമുണ്ട്. ഈ സന്തോഷ് കുമാറിന് നല്ല കയ്യടി നൽകി അദ്ദേഹത്തിനെയും നമുക്ക് ആദരിക്കാം. വേദിയിൽ അദ്ദേഹത്തിനെ ആദരിക്കുമ്പോൾ നിങ്ങളുടെ ചിരിയും ഈ കയ്യടിയുമാണ് വലിയ സന്തോഷം. മോഹനക്കുറുപ്പ് ഭാഗ്യമുള്ള, അനുഗ്രഹമുള്ള അച്ഛനാണ്. സ്വർണ്ണ മെഡലോടുകൂടിയാണ് നമുക്ക് എവർക്കും പ്രിയങ്കരിയായ ഡോക്ടർ ലക്ഷ്മി P MBBS ഉന്നത വിജയം നേടിയത്. ഈ അച്ഛനും നല്ല കയ്യടി നൽകി. ആ മകൾ ഭാഗ്യവതിയാണ്, അച്ഛൻ അതിനേക്കാൾ വലിയ ഭാഗ്യവാനാണ്. മകളുടെ ഉയർച്ചയിൽ ഫസ്റ്റ് റാങ്ക് നമ്മുടെ നാടിനു വേണ്ടി എത്തിച്ച രേഷ്മ R ചന്ദ്രന് സ്നേഹാദരവ് നൽകുകയാണ്. എന്താണ് നമ്മൾ ഒന്നാം ദിവസം കയ്യടി മറന്നു പോകുന്നത്? ഉയരട്ടെ നല്ല കയ്യടികൾ. സന്തോഷം. സഹോദരനാണ് അശ്വനും നമുക്ക് നല്ല കയ്യടി നൽകി സ്നേഹമറിയിക്കാം. അഡ്വക്കേറ്റ് കാവ്യ അജയ് MSW ഫസ്റ്റ് റാങ്ക്. ഈ ആദരവുകൾ ഇവിടെ കൃത്യമായ സമയത്ത് ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് സ്നേഹവാക്കുകൾക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കല്ലുവാതുക്കൽ വികസന സമിതിയുടെയും അതുപോലെ കല്ലുവാതുക്കൽ സർക്കാർ ഹോമിയോ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു. അലർജി ഡോക്ടർമാരടക്കമുള്ള ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഈ ക്യാമ്പിൽ പാരിപ്പള്ളി ഡയഗ്നോസ്റ്റിക് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100
ആളുകൾക്ക് സൗജന്യമായി ഷുഗർ കൊളസ്ട്രോൾ ചെയ്തു കൊടുക്കും. വൈകുന്നേരത്ത് കഥകളി. കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നളചരിതം 1-ാം ദിവസം കഥകളി നടക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ബാലെ നൃത്തശില്പങ്ങൾ, 5 ദിവസം കേരളത്തിലെ പ്രമുഖ ട്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ, അതുപോലെ 3 ദിവസം നാട്ടരങ്ങ്, അതുപോലെ പല പ്രശസ്തമായ ട്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും പ്രശസ്ത പിന്നണി ഗായകർ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായ കലാസന്ധ്യയും നടക്കുന്നു. ഏറ്റവും പ്രധാനമായി പറയാനുള്ള, സാധാരണ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നദാനം നടക്കുന്നു. ഇപ്രാവശ്യം 2 ദിവസമാണ് അന്നദാനം. ഒന്ന് 23-ാം തീയതിയും മറ്റൊന്ന് 31-ാം തീയതി ദേവിയുടെ തൃക്കല്യാണ ദിവസം അന്നദാനം നടക്കും. അതുപോലെ തന്നെ നെടുംകുതിരയെടുപ്പ് ചരിത്ര സംഭവമാണ്. നടക്കൽ വരിഞ്ഞം ഊഴായിക്കോട് ക്ഷേത്രത്തിലെ നെടുംകുതിരയെടുപ്പ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കുതിരയെടുപ്പാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കുതിരയെടുപ്പ്. ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരെ നിന്ന് നാനാഭാഗത്തുനിന്നും ആളുകൾ ആവേശഭരിതരായി ഉത്സാഹത്തിമിർപ്പോടെ കാരൂർക്കളകരയിൽ നിന്ന് ഈ കുതിരയെടുത്ത് അമ്പലത്തിൽ കൊണ്ടുവരും. അമ്പലത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയിറക്ക്, അതിനുശേഷം 4 ഗജവീരന്മാരുടെ അകമ്പടി, താലപ്പൊലി, അതുപോലെ കുത്തിയോട്ടം, ധാരാളം പ്ലോട്ടുകൾ, ഓരോ സാംസ്കാരിക സംഘടനകളും ഓരോ ദേശക്കാരും ധാരാളം പ്ലോട്ടുകൾ, അതുപോലെ ദീപാലങ്കാരം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം ഉത്സവ ചന്തയാണ്. ചരിത്രപ്രസിദ്ധമായ ഉത്സവ ചന്തയാണ് ഊഴായിക്കോട് നടക്കുന്നത്. പൂരം, ഉത്രം നാളുകളിൽ മഹാചന്ത, ഉത്സവചന്ത, മഹാമേള, കാർഷിക മേള നമ്മുടെ ഭഗവാന്റെ മണ്ണിൽ നടക്കുന്നു. ഈ 2 ദിവസവും പൂരം, ഉത്രം നാളുകളിൽ ധാരാളം വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, കുട്ട, വട്ടി, അതുപോലുള്ള ആളുകൾക്കാവശ്യമായ ഗൃഹോപകരണങ്ങൾ, മത്സ്യം, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ ചന്തയിൽ ലഭ്യമാണ്. അങ്ങനെ മഹത്തായ ഒരു 10 ദിവസം നമ്മുടെ നാടിൻ്റെ ഒരു ദേശീയ ഉത്സവമായി മാറുകയാണ് ഭഗവാന്റെ തിരുനാൾ മഹോത്സവം. നമ്മുടെ ദേശത്തിൻ്റെ 5 കരകൾ ചേർന്നുള്ള ഉത്സവമാണ്. 5 കരകളാണെങ്കിൽ പോലും വർണ്ണ, വർഗ, ജാതി ചിന്തകൾക്ക് അതീതമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നടത്തുന്ന ഉത്സവമാണ്. ഉത്സവത്തെ സഹായിക്കാൻ പ്രദേശത്തുള്ള വിവിധ സന്നദ്ധ സംഘടനകളും, അതുപോലെ തന്നെ മാതൃസമിതി, പുതുതായി നമ്മൾ മാതൃസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾ സഹകരിക്കുവാൻ മാതൃസമിതിയും സന്നദ്ധ സംഘടനകളും ആവേശപൂർവ്വം ഉത്സവത്തെ വരവേൽക്കുന്നു. അതുപോലെ വ്യാപാരി വ്യവസായികൾ ദീപാലങ്കാരം, കല്ലുവാതുക്കൽ മുഴുവൻ സ്ഥലങ്ങളിലും ദീപാലങ്കാരം, സ്ഥാപനങ്ങളൊക്കെ ദീപാലങ്കാരം നടത്തി ഉത്സവത്തെ വരവേൽക്കുന്നു. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നെടുംകുതിരയെടുപ്പ് കാണാനും 10 ദിവസത്തെ മഹാ ഉത്സവം, ദേശീയ ഉത്സവം വൻ വിജയമാക്കുവാനും ഈ നാട്ടിലെ എല്ലാ വിശ്വാസികളെയും ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു. ഓം നമഃ ശിവായ. ഊഴായിക്കോട് ക്ഷേത്രത്തിൻ്റെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മളെ നടക്കൽ വരിഞ്ഞം ഊഴായിക്കോട് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പൂർവികമായി ഉള്ള എൻ്റെ അറിവാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ഭഗവാനോടൊപ്പം 2 ദൈവങ്ങൾ കൂടി തമിഴ്നാട്ടിൽ നിന്നും പാണ്ഡ്യനാട്ടിൽ നിന്ന് വന്നതാണ് എൻ്റെ അറിവ്. ആ പാണ്ഡ്യനാട്ടിൽ നിന്ന് വന്നതായ ഭഗവാന്മാർ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത്. ഒന്ന് എഴുന്നള്ളൂരും, രണ്ടാമത്തത് നമ്മളെ ഇണ്ടളയപ്പനും, മൂന്നാമത്തത് കുന്നത്തുകാവിലുമാണ്. അങ്ങനെ 3 ക്ഷേത്രങ്ങളിലായിട്ട് നിലകൊള്ളുന്നതായ 3 ദൈവങ്ങളാണ് പാണ്ഡ്യനാട്ടിൽ നിന്നും ഇവിടെ വന്ന് നിലകൊള്ളുന്നത്.
അവർക്ക് ഈ ഇളയപ്പൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ മൂലസ്ഥാനമുണ്ട്, ചെറുവണ്ണൂർ കുടുംബത്തിൽ വരികയും ചെറുവണ്ണൂർ വീട്ടിൽ നിന്നും ഒരു കാരണവരെ ഈ ഭഗവാനോടൊപ്പം ബ്രാഹ്മണ വേഷത്തിലാണ് അവർ വന്നത്. ആ ബ്രാഹ്മണനോടൊപ്പം ഈ ഇവിടുത്തെ അടുത്ത ബ്രാഹ്മണ കുടുംബമായ മാന്താനത്ത് മഠത്തിലേക്ക് വിടുകയും ആ മാന്താന മഠത്തിൽ വന്നിട്ട് അദ്ദേഹം ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് പോയി കുളിച്ചിട്ട് ഇവിടെ അടുത്ത് കുളമുണ്ട്, കുളത്തിൽ മുങ്ങി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം കുളത്തിൽ പോയി ആ കാരണവരോടൊപ്പം കരക്കിരിക്കുകയും അദ്ദേഹം കുളത്തിൽ മുങ്ങി 3 പ്രാവശ്യം മുങ്ങി. 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം മുകളിലോട്ട് വന്നില്ല. അതിനുശേഷം ഈ കാരണവർ ഓടിച്ചെന്ന് ഇവിടുത്തെ പൂറ്റിയോട് പറയുകയാണ് അദ്ദേഹത്തിനെ കാണുന്നില്ല, എന്ത് വേണമെന്നുള്ളത്. അദ്ദേഹം ഉടനെ തന്നെ പോറ്റി മറ്റേ കാര്യസ്ഥരെയെല്ലാം വരുത്തി, കരക്കാരെയെല്ലാം വരുത്തി പ്രശ്നം വെച്ചപ്പോഴത്തേക്കാണ് അത് ഭഗവാനാണെന്നും ഭഗവാനെ ഇവിടെ ഈ ഉഴാക്കോട്ട് പ്രദേശത്ത് ഇരുത്തണമെന്ന് പറയുകയും അങ്ങനെ രൂപം കൊണ്ടതാണ്, അന്ന് കരക്കാരുടെ എല്ലാം അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ് തിരുവുഴാക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രം. ഈ പള്ളിവേട്ട കഴിഞ്ഞ് ആറാട്ട് സമയത്ത് ആറാട്ട് ഘോഷയാത്ര ഈ മൂലസ്ഥാനത്ത് ഗവണ്ണൂർ പ്രദേശത്ത് ഒരു മൂലസ്ഥാനമുണ്ട്, ചിലക്കൂർ എന്ന് പറയും. ആ ചിലക്കൂർ പ്രദേശത്ത് ആ ഘോഷയാത്ര പോയി അവിടെ ആദ്യം പൂജ നടന്നതിന് ശേഷം മാത്രമാണ് ഘോഷയാത്ര തിരിച്ച് അമ്പലത്തിൽ എത്തിച്ചേരുന്നത്. ഈ നാട്ടിൻ്റെ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ ഈ 5 കരക്കാരുടെ പ്രാതിനിധ്യമാണുള്ളത്. അതിൽ ഈ 5 കരക്കാരും യഹോദര സഹോദരങ്ങളെപ്പോലെ പെരുമാറി വളരെ കൃത്യമായ ഒരു ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നമ്മൾ ഉത്തരത്തിൽ നിന്നാണ് അവസാനിക്കുന്നത്. ആ ഉത്തരത്തിൽ നിന്ന് തന്നെ കൊടിയിറങ്ങുന്നതോടുകൂടി ദീപാരാധനയും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളും ഉൾപ്പെടെ ആഘോഷിച്ചുകൊണ്ട് ഈ 5 കരക്കാരുടെയും വകയായി നടത്തിക്കൊണ്ട് വിപുലമായ ഒരാഘോഷമാണ് ഈ പ്രദേശത്തിൻ്റെ ദേശീയ ഉത്സവം എന്നുള്ള നിലയിൽ ഇവിടെ ആഘോഷിച്ചു വരുന്നത്. അതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ട്. നമ്മുടെ ഈ ദേശത്തിൻ്റെ ഉത്സവമാണ് ഊഴേക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉത്സവം. കല്ലുവാതുക്കൽ മേഖലയിലെ 5 കരക്കാരുടെ ഒത്തൊരുമയോടെ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും സജീവമായി സാന്നിധ്യമുള്ള ഒരു അമ്പലമാണ് ഊഴേക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലെ ഏറ്റവും നല്ല വിഭവസമൃദ്ധമായ ചന്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അത് 2 ദിവസക്കാലം ഉത്സവ ചന്ത ഉണ്ടായിരിക്കുന്നതാണ്. അത് വിപുലമായ എല്ലാ തരത്തിലുള്ള നടത്തിപ്പിനും ആവശ്യമായുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ചന്ത ഇപ്രാവശ്യം ഉണ്ടാകും. പൂരവും ഉത്രവും ആണ് ഉണ്ടാകുന്നത്. ആ ചന്തയിൽ ഈ നാട്ടിലെ മുഴുവൻ പേരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പൂരത്തിൻ്റെ നടന്ന പൊങ്കാല. ആ പൊങ്കാലയിൽ ഈ ദേശത്തിൻ്റെ മുഴുവൻ ആൾക്കാരുടെയും സജീവ സാന്നിധ്യം ഉണ്ടാകും. ഈ ദേശത്തിൻ്റെ ഉത്സവമായി ആ പൊങ്കാല തൊട്ട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ദേശത്തിൻ്റെ ഉത്സവമായി മാറാൻ പോവുകയാണ്. 4-5 കരയിൽ നിന്നും പ്ലോട്ടുകളും ആഘോഷ തിമർപ്പോടെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും അമ്മമാരുടെയും ദേശവിളക്കുൾപ്പെടെയുള്ള മാതൃസമിതിയുടെ എല്ലാം സജീവ സാന്നിധ്യം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഉത്സവം നാടിൻ്റെ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിൻ്റെ ഉത്സവമായി, കല്ലുവാതുക്കൽ മേഖലയുടെ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം കഴിഞ്ഞ നാളുകളിലേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവമാക്കി ഒന്നുകൂടി മാറ്റുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വിപുലമായ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മുടെ തിരുവുഴാക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ ഈ 5 വിശാലമായ 5 കരകൾ, ഏകദേശം നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശം ഉൾപ്പെടുന്ന 5 കരകളിലുള്ള നാട്ടുകാരുടെ നിശ്ചയവുമായ സഹകരണവും സജീവമായ പങ്കാളിത്തവും കൊണ്ട് വളരെ നല്ല രീതിയിലാണ് എല്ലാ വർഷങ്ങളിലും ആഘോഷങ്ങൾ നടന്നു വരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉത്സവ കാര്യങ്ങൾ ഗംഭീരമാക്കുന്നതിനും വിജയപ്രദമാക്കുന്നതിനും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും നിശ്ചയമായ സഹകരണം ഉണ്ടാകണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.
നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഭഗവാന്റെ ഒരു ചൈതന്യം ഒരു ബ്രാഹ്മണ വേഷത്തിൽ ചിലക്കൂർ കുടുംബത്തിൽ എത്തിച്ചേരുകയും ചൈതന്യം തൊട്ടടുത്ത ഒരു സ്ഥലത്ത് വന്ന് വിളി കേൾക്കുകയും ആ സ്ഥലത്താണ് നമ്മുടെ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ചരിത്രം പറഞ്ഞു അറിവുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം പണിയുകയും പുനരുദ്ധരിച്ച് കൂടുതൽ വിപുലമായ രീതിയിൽ ക്ഷേത്രം വിപുലപ്പെടുത്തുകയും കൊടിമരം ഉൾപ്പെടെ ബലിക്കല്ലുകൾ ഉൾപ്പെടെ എല്ലാം സ്ഥാപിച്ച് ശിവേലി പൂജകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ 9 ദിവസമാണ് തോറ്റംപാട്ട് നടത്തുന്നത്. ഈ 9 ദിവസം ദേവീ ചൈതന്യം ആവാഹിച്ച് നമ്മൾ തോറ്റംപാട്ട് സമർപ്പിക്കുന്നു. ബാക്കി നെടുങ്കുതിര നമ്മുടെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു നെടുങ്കുതിരയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം നെടുങ്കുതിരയെ ആനയിച്ചുകൊണ്ട് വരുന്ന ഒരു ക്ഷേത്രമെന്ന ഖ്യാതി നമുക്കുണ്ട്. കാരൂർക്കുളങ്ങര ദേശത്തു നിന്നും വയലേലകൾ താണ്ടി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ 10,000 ആ കുതിരയെ കരങ്ങളിൽ തമ്മാനമാടി ഇണ്ടളയപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്ന ആ ഒരു സന്ദർഭമാണ് നമ്മുടെ നെടുങ്കുതിര ഏറ്റവും കൂടുതൽ ദൂരത്തിൽ നമ്മുടെ ഭക്തജനങ്ങൾ എത്തിച്ച് ക്ഷേത്രത്തിൽ വന്ന് അതിനുശേഷം ദീപാരാധനയും കുടിയിറക്കും മറ്റ് ഘോഷയാത്രകളും എത്തിച്ചേർന്ന് അതിവിപുലമായ ഒരു പരിപാടികളോടുകൂടി നമ്മുടെ തിരുനാൾ ഉത്സവം മീനമാസത്തിലെ പൂരം ഉത്തരം തിരുനാൾ ദിവസങ്ങളിൽ അവസാനിക്കുകയാണ്.